ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സമവായം വേണ്ടേ വേണ്ട. ഞങ്ങൾക്ക് സമവായം വേണ്ടേ വേണ്ട. തട്ടിൽ പിതാവിനോടും പാമ്പ്ളാനി പിതാവിനോടും പിന്നെ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരോടും. സുറിയാനി കത്തോലിക്ക സഭ അഥവാ സീറോ മലബാർ സഭ അതിൻ്റെ പരമോന്നത അധികാര ബോഡിയാണ്, അധികാര സമിതിയാണ് മെത്രാൻ സെനഡ്. ആ മെത്രാൻ സെനഡ് ഏകകണ്ഠമായി 1999 തീരുമാനിച്ചു ഇപ്പം നമ്മൾ ഏകീകൃത കുർബാന എന്ന് പറയുന്ന സഭയുടെ കുർബാന അർപ്പിക്കാൻ. ചില മെത്രാന്മാർ അതിൽ നിന്ന് പിൻവാങ്ങിയത് കൊണ്ട് നടപ്പാക്കാതെ പോയി. എന്നാൽ ഒരു മെത്രാനും ഇന്ന് വരെ ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വീണ്ടും 2021 അത് നടപ്പാക്കാൻ തീരുമാനിച്ചു. അക്കാര്യം പരിശുദ്ധ സിംഹാസനം അനുവദിച്ചു. മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു, അതും 4 പ്രാവശ്യം. ആ തീരുമാനം, അതായത് സുറിയാനി കത്തോലിക്ക സഭയുടെ പരമോന്നത അധികാര സമിതി എടുത്ത തീരുമാനം, പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച തീരുമാനം, മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത തീരുമാനം, ഇത് സുറിയാനി കത്തോലിക്ക സഭയിലെ ഒരു രൂപതയായ, അതും ആസ്ഥാന രൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വള്ളിപ്പുള്ളി തെറ്റാതെ നടപ്പാക്കണം. ഇനിയൊരു സമവായം വേണ്ട. സമവായം ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇത് സകല ക്രിസ്ത്യാനികളെയും ആഗ്രഹമാണ്. സുറിയാനി കത്തോലിക്ക സഭയിലെ മാത്രമല്ല, എല്ലാ സഭകളിലെയും സകല ക്രിസ്ത്യാനികളുടെയും ആഗ്രഹമാണ്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, അപ്പോൾ ഹിന്ദുക്കളും മുസ്ലിംസും പോലും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടെ. നമ്മുടെ ഒരു ഗതികേടോ. കേവലം ഒരു രൂപതയിലെ ഏതാനും വൈദികരെക്കാൾ ദൈവത്തിനും സഭയ്ക്കും വലുത് ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ, അൽമായരുടെ, അവരുടെ ഹൃദയനീറ്റലാണ്. ദൈവജനമാണ് സഭ. അതിനാൽ ഏതാനും വൈദികരുടെ ഭീഷണിക്ക് വഴങ്ങി, ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്ത് ബ്ലാക്ക് മെയിലിങ്ങും സംഗതിയായാലും അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് സമവായം വേണ്ട. മെത്രാൻ സെനഡ് തീരുമാനിച്ചതും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതും പരിശുദ്ധ സിംഹാസനം പ്രാബല്യത്തിൽ വരുത്താൻ ആവശ്യപ്പെട്ടതുമായ തീരുമാനം ഒറ്റയടിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കണം. ഒരു ചുവടുവെപ്പ് ഇങ്ങനെയാവട്ടെ, ഒരു ചുവടുവെപ്പ് ഒരു ദിവസം ഒരു കുർബാനയാവട്ടെ, ഒരു ദിവസം ഇല്ലിസിറ്റ് ആകട്ടെ, ഒരു ദിവസം ഇല്ലിസിറ്റ് ആകട്ടെ, രാവിലെ ഇല്ലിസിറ്റും വൈകിട്ട് ലിസിറ്റുമാകട്ടെ, ഈ വക തോന്നിയാസങ്ങളും കോപ്രായങ്ങളും അനുവദിക്കാൻ സത്യവിശ്വാസികൾ തയ്യാറല്ല. ഈ വിഷയത്തിൽ പലപ്പോഴും ഇടപെട്ട വ്യക്തി എന്ന നിലയിലായിരിക്കണം എന്നെ പലരും കോണ്ടാക്ട് ചെയ്തു. അതും വിവിധ രൂപതകളിൽ നിന്ന്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമല്ല, വിവിധ രൂപതകളിൽ നിന്ന്. അവരെന്താണ് ഓരോരുത്തരും പറഞ്ഞ കാര്യം ഞാനോട് പറയേണ്ട കാര്യമില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞതിൻ്റെ ധ്വനി ഒന്ന് തന്നെയാണ്. എന്താണ് അതിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുന്നത്? അൽമാരുടെ ഇടയിൽ മാത്രമല്ല, വൈദികരുടെ ഇടയിലും സന്യാസ വൈദികരുടെ ഇടയിൽ പോലും സഭാ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടിനെതിരെ രോഷം പുകയാണ്. അത് എറണാകുളത്തെ മാത്രം കാര്യമല്ല. ഈ എറണാകുളം അതിരൂപതയുടെ പ്രശ്നം മാത്രമായി കരുതുന്നുണ്ടെങ്കിൽ ആ മെത്രാന്മാരുടെ ഒക്കെ പറയാനുള്ള സംഗതി ഇതാണ്. എന്നെ വിളിച്ചവർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരും മാത്രമല്ല, വിവിധ രൂപതകളിലെയും വിവിധ സന്യാസ സമൂഹത്തിലെയും അച്ഛന്മാരും അൽമായരും ഒക്കെ, സ്ത്രീകളും പുരുഷന്മാരും വൈദികരും ഒക്കെ അതിലത്ത് ഉൾപ്പെടും, കന്യാസ്ത്രീകളും ഉൾപ്പെടും. അവരെല്ലാം പറഞ്ഞതിൻ്റെ ധ്വനി, ചിലർ എന്നോട് വളരെ വൈകാരികമായി സംസാരിച്ചിട്ട് പറഞ്ഞു, അച്ചോ ക്ഷമിക്കണം, ഞങ്ങൾക്ക് അവരോടുള്ള ദേഷ്യം, സഭാ നേതൃത്വ ദേഷ്യം, അത് പറഞ്ഞു വരുമ്പോൾ അങ്ങനെ രോഷം കൊണ്ടുപോയതാണ്, ആ വാക്ക് ഉപയോഗിച്ചിലൊക്കെ അച്ഛൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. രോഷം ഇങ്ങനെ പുകയാണ്. എപ്പോൾ വേണമെങ്കിലും അത് ആളിക്കട്ടാം, എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം. മെത്രാന്മാരെ, നിങ്ങൾ അവരുടെ ഈ പുകച്ചിൽ
വളരെ നിസ്സാരമായി തള്ളിക്കളയരുത്. ഇത് ഞാൻ അടിത്തട്ടിൽ തന്നെ വായിച്ചിട്ടാണ് കാര്യങ്ങൾ പറയണേ. എപ്പോഴാണ് സംഭവിക്കുക, എന്നാണ് സംഭവിക്കുക, അതൊന്നും എനിക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ അമർഷം, രോഷം അത് വളരെയധികമുണ്ട്. ചിലരെല്ലാം വൈകാരികമായി പ്രതികരിക്കുന്നതിൻ്റെ പുറകിലുള്ളതും ഈ രോഷമാണ്. സഭയോടുള്ള സ്നേഹം, എന്നാൽ സഭയെ നയിക്കാൻ പ്രാപ്തിയില്ലാത്ത നേതൃത്വത്തിനെതിരെ തിരിയാണ്. സഭയോടുള്ള സ്നേഹം, കർത്താവിനുള്ള സ്നേഹം, ആ സ്നേഹം, അതായത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ട് എൻ്റെ നിയന്ത്രണം ചിലപ്പോൾ വിട്ടുപോകുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കല്യാണം കഴിച്ച ഒരാളാണെന്ന് കരുതുക, നിങ്ങളുടെ മകളെയോ നിങ്ങളുടെ ഭാര്യയെയോ വേറൊരുത്തിന് ആക്രമിക്കുന്നു, ഇല്ലേ, സാരി പിടിച്ചു വലിക്കുകയോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ രോഷം കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളെയോ ഭാര്യയോ ഒക്കെ സ്നേഹിക്കുന്നുണ്ടാവുമോ? കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, കർത്താവിന് ആരെങ്കിലും തല്ലുകയോ ഇടിക്കുകയോ ചെയ്യുമ്പോൾ അത് തടയാൻ പലപ്പോഴും പറ്റില്ല. പക്ഷേ വെറോനിക്കായെ പോലെയും മോറസ്ലം പുത്രിമാരെ പോലെയും കർത്താവിനടുത്ത് കരയാനും ഒരുപക്ഷെ അവനെ ആശ്വസിപ്പിക്കാനും ചിലപ്പോൾ ഉള്ളിൽ രോഷം കൊള്ളാനൊക്കെ ഞങ്ങൾക്ക് കഴിയും. ഈ കർത്താവിനെ അടിക്കുന്നത് തടയാൻ കർത്താവ് തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ കൈയും കെട്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഈ അടിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടുന്ന പട്ടാളക്കാരെ പോലെ നിൽക്കുകയാണ്. അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത ആളുകളെ പോലെയാണ്, ഓറസ്ലം പുത്രന്മാരെ പോലെയോ വെറോനിക്കയെ പോലെയോ ആണ് ഞങ്ങളുടെ ഹൃദയം നീറ്റൽ. അല്ലെങ്കിൽ രോഷമുണ്ട്, പക്ഷെ ഞങ്ങൾ ആരോട് പറയുമെന്നുള്ള ഒരു സങ്കടത്തിലാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ വിലാപങ്ങൾ കർത്താവിലേക്ക് ഉയരുന്നുണ്ട്. കർത്താവ് അതിന് വഴി കാണിച്ചു തരികയും ചെയ്യും. പക്ഷേ കർത്താവ് നേരിട്ടല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചില ആളുകളെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, മെത്രാന്മാരുടെ സിനഡാണ് ഇത് തീരുമാനിച്ചത്, ഞങ്ങളല്ലല്ലോ. മാണിപ്പറമ്പിലശ്വരം കുറച്ച് പേരും കൂടി തീരുമാനിച്ചതല്ലോ. മെത്രാന്മാരുടെ സിനഡ് ഒറ്റക്കെട്ടായി തീരുമാനിച്ചതാണ് 1999. ഇത് നിങ്ങൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വരെ ഒരു മെത്രാനും അത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തീരുമാനമാണല്ലോ. മെത്രാന്മാർ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിരുന്ന തീരുമാനമാണല്ലോ. എറണാകുളത്തെ 2 മെത്രാന്മാർ തീരുമാനിച്ചതല്ലല്ലോ, എല്ലാ മെത്രാന്മാരും ഒറ്റക്കെട്ടായി തീരുമാനിച്ചതാണ്. മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനവും അത് അംഗീകരിച്ച് പ്രാബല്യത്താക്കാൻ ആഹ്വാനം ചെയ്തതുമാണ്. ഇതൊക്കെ നിങ്ങളാണ് ഞങ്ങളെ അറിയിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളെടുത്ത തീരുമാനം, മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത കാര്യം, പരിശുദ്ധ സിംഹാസനം പ്രാബല്യത്തിലാക്കാൻ പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ ഏറ്റവും മാന്യമായിട്ട് രാജിവെച്ച് ഒഴിഞ്ഞു പോകാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ഇത് വള്ളി പുള്ളി തെറ്റാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാൻ ചുണയുള്ള ആൺകുട്ടികളുണ്ട്, അവരെ ഏൽപ്പിക്കാനുള്ള എളിമ കാണിക്കണം. ഈ വീഡിയോ കേൾക്കുന്നവർ കുറച്ച് പേര് ഈ വിമതരെ കാശ് കൊടുത്ത് ക്യാപ്സുലും കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. അവരെ വിട്ടേക്കുക. അവർ കുരുടരെ നയിക്കുന്ന കുരുടരാണ്. ഇരുവരും കുഴിയിൽ വീടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവരെ വിട്ടേക്കുക. അല്ലാതെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചവരുടെയൊക്കെ ഒരു ആഗ്രഹവും അവരുടെ മോഹവും സ്വപ്നവും പിന്നെ സഭയോടെ സ്നേഹമൊക്കെയാണ് അവർ പറഞ്ഞത്. അതാണ് ഞാൻ ഇപ്പം വെളിപ്പെടുത്തിയത്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ, സഭയിൽ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിനോട് സഭ കാണിക്കുന്നുണ്ടെങ്കിൽ, സുറിയാനി പാരമ്പര്യത്തോടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് പ്രസാദാത്മക കമൻറ്റുകൾ ഇടൂ. നമുക്കിത് മെത്രാന്മാർക്കൊന്ന് അയച്ചു കൊടുത്ത് നോക്കാം. ജനങ്ങളുടെ വികാരം എന്താണെന്ന് അവരറിയുന്നുണ്ടാവും, അറിയട്ടെ. ഏതായാലും നമുക്ക് ശക്തമായ നിലപാടെടുക്കാം. സമവായം എന്ന പരിപാടിയെ വേണ്ട, ഇനി ഒറ്റയടിക്കുക നടപ്പാക്കിയാൽ മതി. ഞങ്ങൾക്ക് മടുത്തു ഈ പിടിപ്പുകേട് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. സഭാന്നത പിടിപ്പുകേട് കണ്ടിട്ട് ഞങ്ങൾക്ക് മടുത്തു. അതുകൊണ്ട് ഒരു സമവായവും വേണ്ട, ഒത്തുതീർപ്പും വേണ്ട. നടപ്പാക്കാൻ പറ്റില്ലെങ്കിൽ, നടപ്പാക്കാൻ തയ്യാറല്ലാത്തവരെ പുറത്താക്കുക. നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിവില്ലെങ്കിൽ രാജിവെക്കുക. അല്ലെങ്കിൽ നടത്താൻ കഴിവുള്ള ചുണക്കുട്ടികൾ സുറിയാനി കത്തോലിക്ക സഭയിലുണ്ട്, അവരെ ഏൽപ്പിക്കാനുള്ള എളിമ കാണിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.